ഹായ് എല്ലാവരും വെയിറ്റിനെ പറ്റി വറീഡാണല്ലേ. അതെങ്ങനെ വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കാം, ചോറല്ലാതെ എന്ത് കഴിക്കാം. ഹൈ പ്രോട്ടീൻ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ഒരു സാലഡാണ് നമ്മുടെ വീട്ടിലുള്ള. യാതൊരുവിധ എക്സ്ട്രാ ഒന്നും വേണ്ട അധികം. മീൻസ് യൂഷ്വലി നമ്മൾ മേടിക്കുന്ന പച്ചക്കറികൾ. അപ്പം ഞാനിവിടെ കടല, വൈറ്റ് കടല, അതിനെന്താ പറയുന്നത്, അത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉപ്പും അല്പം വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ബെൽ പെപ്പർ, അതായത് നമ്മുടെ ഗ്രീൻ, എൻ്റെ കയ്യിൽ ഗ്രീൻ ഇല്ല, അതുകൊണ്ട് ഗ്രീനും യെല്ലോയും ഇല്ല, അപ്പോൾ ഓറഞ്ച് റെഡ് മാത്രമേ കിട്ടിയുള്ളൂ. അത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 വെളുത്തുള്ളി എടുത്തു, ഒരു കൊച്ചു പച്ചമുളക് എടുത്ത്, അല്പം ഉള്ളി എടുത്തു, ഒരു അവക്കാഡോ എടുത്തു, മല്ലിയില എടുത്തു, ടൊമാറ്റോ. പിന്നെ എനിക്കിവിടെ ചെറി ടൊമാറ്റോസ് എന്ന് പറയും, മധുരമുള്ള, അത് കിട്ടിയത് കൊണ്ട് അത് ഞാൻ എടുത്തു. അല്ലെങ്കിൽ റെഗുലറിൽ ഒരു ടൊമാറ്റോയും കൂടെ എടുക്കാം, എന്നിട്ട് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിനെ നന്നായി വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂഷ്വലി എടുക്കുമ്പം നമ്മുടെ ബെൽ പെപ്പർ, അതായത് കാപ്സിക്കം, എല്ലാ കളറും കൊടുക്കും ഓരോന്ന്. അപ്പം കാണാനും ഒരു കളർഫുള്ളായിരിക്കും. പക്ഷേ ഇന്ന് എൻ്റെ അത് തീർന്നു പോയ കാരണം ഇല്ലായിരുന്നു. ഒരു കുക്കുംബറും, കുക്കുംബറും ഒന്ന് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തു. എല്ലാം ഒരേ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. മല്ലിയിലയും ഉണ്ട് അതിനകത്ത്. പിന്നെ എൻ്റെ ഒരു പച്ചമുളക്, ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പച്ചമുളക് അത് ചെറുട്ടമര ഞാൻ ഹാഫായിട്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിയും ഇച്ചിരി അര ഉള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുണ്ട്, അതേ ചെറിയ പച്ചമുളകും, ഒരു പച്ചമുളക്, അത് എരിവില്ലാത്ത പച്ചമുളക്. എരിവ് വേണമെങ്കിൽ അല്പം കൂടെ കൂടുതലായിട്ട് ഇടാം. അപ്പം നമ്മളെന്തായാലും കുരുമുളക് പൊടി അതിനകത്ത് ഇടുന്നുണ്ട്, അപ്പം അധികം വേണമെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ നമുക്ക് ലെമണാണ് വേണ്ടിയത്. പിന്നെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒലിവ് ഓയിൽ അല്പം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ഹൈ പ്രോട്ടീൻ. ലഞ്ചിനായാലും ഡിന്നറിനായാലും ഇറ്റ്സ് വെരി ഗുഡ് ആണ്. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ ബെസ്റ്റ്, അല്ലെങ്കിലും വെയിറ്റ് കുറയാൻ വേണ്ടി കഴിക്കാൻ ബെസ്റ്റ്. ഞാൻ ഇച്ചിരി പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് ഇവിടെ. അത് നിർബന്ധമില്ല, വേണമെങ്കിലും എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം സാലഡിന് ഇടുന്നതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ, നിർബന്ധമില്ല. പക്ഷേ എനിവേ, അപ്പം നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. അപ്പം ഞാനിത് എനിക്ക് വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഒന്നിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഈ എണ്ണയും ഉപ്പും മുളകൊക്കെ ഇടണം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി അതങ്ങ് ഒത്തിരി സോഗിയായിട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ഇതിനകത്ത് ഉപ്പിടാവുള്ളൂ, ഉപ്പും എണ്ണയൊക്കെ ഒഴിക്കാവുള്ളൂ. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി എടുക്കാൻ പോവാണ്. അപ്പം എല്ലാത്തിലും അല്പം എടുത്തു, അവക്കാഡോയും കുറച്ചെടുത്തു. അപ്പം എനിക്ക് ഈ പ്രാവശ്യം എനിക്കൊരു മാങ്ങ കിട്ടി, മാങ്ങയുടെ സീസൺ ആയിരുന്നുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു മാങ്ങ അതിനകത്ത് ഇട്ട്, പഴുത്ത മാങ്ങ. അല്ലെങ്കിൽ മാങ്ങ യൂഷ്വലി ഇടാറില്ല. ആപ്പിൾ ഉണ്ടെങ്കിൽ നല്ലതാണ്, പച്ച ആപ്പിൾ എസ്പെഷ്യലി. ആപ്പിൾ നല്ലതാണ് ഇതിനകത്ത് ഇടാൻ. ഗ്രീൻ ആപ്പിൾ ഈസ് വെരി ബെസ്റ്റ്. ചെറുതായിട്ട് അതേ ഒരേ സൈസിലെല്ലാം കട്ട് ചെയ്തിടുക. അല്പം കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഞാൻ അല്പം പംകിൻ സീഡ് ഇട്ടു. ഇനി ലെമൺ, അതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത് ലെമൺ ഒഴിച്ചു. ഒരു 1 ടീസ്പൂൺ ലെമൺ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒലിവ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള വരുന്നുണ്ട്. അപ്പം അതെല്ലാം അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇതൊരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കി, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ്സ് റിയലി ടേസ്റ്റി. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരല്പം കൂടെ ഉപ്പ് വേണ്ടിയിരുന്നു, ഞാൻ അല്പം കൂടെ ഉപ്പിട്ടു. അപ്പം ഉപ്പിട്ട ഉടനെ നമ്മൾ പെട്ടെന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യുക്കുംബറിനകത്തുള്ള വെള്ളമൊക്കെ വലിച്ചിങ്ങെടുക്കും. അപ്പോൾ അന്നേരം ഒരു ടേസ്റ്റ് മീൻസ് സോക്കി ആയിട്ടിരിക്കും. അപ്പം നല്ല ഫ്രഷ് സാലഡ് എന്നും പറയാം, ഹൈ പ്രോട്ടീനുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റും വെക്കത്തില്ല, ഷുഗറുകാർക്കൊക്കെ ബെസ്റ്റ്. വണ്ണം കുറയാനും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.